കിലോ ഈന്തപ്പഴം കട്ട് ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1/2 കിലോ കശുവണ്ടി അത് വറുത്തെടുക്കണേ. ഫ്രൂട്ടി 3 കളറ് 3/4 കിലോ മേടിച്ചിട്ടുണ്ട്. ചെറി 200 ഗ്രാം, ജിഞ്ചർ പീല് 150, ഓറഞ്ച് പീല് 150, മുന്തിരി ഉണക്കമുന്തിരിയാണ്, അത് 1 കിലോ ഉണ്ട്. മുന്തിരി കഴുകി ഉണക്കണം. അത് 1/2 കിലോ മുന്തിരിയുടെ ജ്യൂസാണ്. ഇത് ഉണക്കലല്ല, പച്ചമുന്തിരിയുടെ ജ്യൂസാണ്. ഫ്രൂട്ട്സ് 1/2 കിലോ പഞ്ചസാരയുണ്ട്. നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാവേ. ഇതിനായിട്ട് മുന്തിരിയുടെ ജ്യൂസ് കുടിക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ഈ പഞ്ചസാരയില്ല, നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇനി ഇത് ഒരു പരുവാകണം. അതുവരെ നമ്മൾ ഇളക്കി പരുവാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ഇടുന്നത്. ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇത് കണ്ടോ, കാണിച്ചു തരാം. ഉണ്ടോ, മുറിഞ്ഞ് ലാസ്റ്റ് വന്ന് കണ്ടോ മുറിഞ്ഞ് വരുന്നത്. വീഴുന്നത് പരുവായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ ഇടാം. ആദ്യം നമുക്ക് ഇതല്ലേ ഇച്ചിരി ഉണക്കം കൂടുതലുള്ളത്. അപ്പോൾ കശുവണ്ടി നമുക്ക് ഈന്തപ്പഴം ഇനി ഓരോന്ന് ഇടാം. ഇടാം. ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുവേ. ഇതുകൊണ്ടാണ് ഇത്രയും ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. 1 കിലോ കേക്കിന് 200 ഗ്രാം ഫ്രൂട്ട്സ് മതി. ഇതിലും കൂടുതൽ വേറെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം ഇടാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കുപ്പി നിറയ്ക്കാവേ. തണുക്കാനിട്ടാണ്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് ഇത് കുപ്പിയിലേക്ക് നമുക്ക് നിറയ്ക്കാം. എയർ ടൈറ്റായ കുപ്പി വേണം. കഴുകി ഉണക്കി വൃത്തിയുള്ള കുപ്പി വേണം ഇത് വെച്ചേക്കാൻ. ആവശ്യമനുസരിച്ച് നമുക്കെടുക്കാം. ഇങ്ങനെ ഗ്യാപ്പില്ലാതെ നിറച്ച് കൊടുക്കണം. ഗ്യാപ്പ് വന്നാൽ അവിടെയൊക്കെ പൂപ്പലൊക്കെ വരും. ഒരു ഗ്യാപ്പ് വരരുത്. കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. 250 ഗ്രാം മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള ഉപ്പും ഇട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് മാർജറിനാണ്. വെജിറ്റബിൾ ബട്ടർ എന്ന് പറയും. മാർജറിനാണ്. അത് 200 ഗ്രാം തൂക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പൊടിച്ച് വെച്ചിരിക്കുക. 4 മുട്ട, എസൻസ് അത് 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇത് കോൺ സിറപ്പാണ്, അതേലും 1 സ്പൂൺ ഇടും. ഇത് കാരമൽ സിറപ്പാണ്. കാരമൽ സിറപ്പ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറു ചൂടിൽ ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കി ഒരു ബ്രൗൺ കളറിൽ വരും. അപ്പം ഒരു തേനിൻ്റെ പരുവായിട്ടുണ്ട്. ഇനി ഇത് ഇച്ചിരി കൂടെ ബ്ലാക്ക് കാപ്പിയുടെ കളറാകണം. എന്നിട്ട് ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. മാറി നിന്നിട്ട് ഒഴിക്കണം വെള്ളം. ഏകദേശമായിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് ചൂടാക്കിയ വെള്ളമാണ്. ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചു. 1.25 കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നു. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഒന്ന് തിളച്ച് പതയടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിൽ നിന്നും 1/2 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ.
തണുത്തിട്ട് വേണം കേക്കിലൊഴിക്കാൻ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ മാർജറിൻ നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരുവിധം ബട്ടർ ഒഴിച്ച് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടിച്ചിട്ട് പിന്നെ ഇടാം. പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാരയും ബട്ടറും കൂടെ അടിച്ചു കൊണ്ടുവന്നത് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഓരോ മുട്ട ഇടാം. 4 മുട്ടയാണ്. അതിൽ ഓരോ മുട്ടയിട്ട് മുട്ട ചേർക്കുമ്പം പിരിഞ്ഞതുപോലെ വരും. അത് കുഴപ്പമില്ല. പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പം അത് ശരിയായിക്കോളും. 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ കോൺ സിറപ്പും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഇച്ചിരി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് താഴെ പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി വെക്കണം. കുറച്ച് മാവിടാം. മാവെന്ന് ഉദ്ദേശിക്കുന്നത് മൈദ ഇളക്കി വെച്ചിട്ട്. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഒഴിക്കാം. അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും കാരമൽ സിറപ്പും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടില്ലേ, അതും മാറി തീരുന്നിടം വരെ ഇട്ട് കൊടുത്ത് ഒരു സൈഡിലേക്ക് യോജിപ്പിച്ചെടുക്കുക. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്കിതിനെ മാറ്റാം. അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടിരിക്കുകയാണ്. എയർ ബബിൾസ് കളയാനായിട്ട് ഇങ്ങനെ ഇത് ടാപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ആ കേക്ക് പൊട്ടുന്നത്. ഇത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ. 1 മണിക്കൂറായി. ഇനി അവൻ തുറന്ന് നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് കേക്ക്. എല്ലാവരും ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.